നമസ്കാരം. അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് 15-അംഗ സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുക. ടൂർണമെന്റ് ഏകദിന ഫോർമാറ്റിലായതിനാൽ തന്നെ ഇതിലെ കണക്കുകൾ കൂടി പരിഗണിച്ചായിരിക്കും ടീം സെലക്ഷൻ. രോഹിത് ശർമ്മ തന്നെയായിരിക്കും 8 ടീമുകളുടെ ടൂർണമെന്റിൽ ഇന്ത്യയെ നയിക്കുകയെന്ന് ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു സീനിയർ താരവും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലിയും സംഘത്തിൽ ഉണ്ടാകും. ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ചില കളിക്കാർ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അകത്തോ പുറത്തോ എന്ന് അറിയാതെ ടീമിലെ സ്ഥാനം സംശയത്തിന്റെ നിഴലിലുള്ള ചില കളിക്കാരുണ്ട്. ഇവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ 15-അംഗ സ്ക്വാഡിൽ സ്ഥാനമുറപ്പില്ലാത്ത കളിക്കാർ 2-3 പേരല്ല, മറിച്ച് 12ഓളം പേരുണ്ട് എന്നതാണ് കൗതുകകരമായ കാര്യം. ഇതിൽ ചുരുക്കം ചിലർക്ക് ടീമിൽ ഇടം ലഭിച്ചേക്കും. ബാക്കിയുള്ളവരെല്ലാം തഴയപ്പെടുകയും ചെയ്യും. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ, വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ, യുവ ഓൾറൗണ്ടർമാരായ നിതീഷ് റെഡ്ഡി, ശിവം ദുബെ, തിലക് വർമ്മ, T20 ടീം ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ്, സ്റ്റാർ സ്പിന്നറായ കുൽദീപ് യാദവ്, സ്പിൻ ജോഡികളായ രവി ബിഷ്ണോയി, വരുൺ ചക്രവർത്തി, പേസർ ഹർഷിത് റാണ, വിക്കറ്റ് കീപ്പർമാരായ ധ്രുവ് ജുറേൽ, ഇഷാൻ കിഷൻ എന്നിവരാണ് ടീമിലെ സ്ഥാനം ഉറപ്പില്ലാത്ത താരങ്ങളുടെ ലിസ്റ്റിൽ ഉള്ളത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സഞ്ജു സാംസണിന് വിളിയെത്തുമോ എന്നത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. PTIയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഋഷഭ് പന്താണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് എത്തുന്നത്. എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് KL രാഹുലും ഫസ്റ്റ് ചോയ്സ് ആയി പരിഗണനയിലുണ്ട്. പക്ഷേ സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് ആയി എത്തുമെന്ന എവിടെയും റിപ്പോർട്ടുകളില്ല. ബാക്കപ്പിന്റെ റോളിലേക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ സാധ്യതകളുള്ളൂ. PTIയുടെ റിപ്പോർട്ട് പ്രകാരം ധ്രുവ് ജുറേലാണ് ബാക്കപ്പിന്റെ റോളിൽ ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പില്ല. ഇഷാൻ കിഷനും ബാക്കപ്പ് ലിസ്റ്റിൽ ഉണ്ട് എങ്കിലും ടീമിലെത്താൻ സാധ്യത തീരെ കുറവാണ്. മോശം ഫോമാണ് രവീന്ദ്ര ജഡേജയുടെ ടീമിലെ സ്ഥാനം സംശയത്തിലാക്കുന്നത്. ബൗളിംഗിൽ ഇപ്പോൾ പഴയതുപോലെ വിക്കറ്റുകൾ എടുക്കാനോ ബാറ്റിംഗിൽ വേണ്ടത്ര സംഭാവനകൾ നൽകാനോ രവീന്ദ്ര ജഡേജയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും ഉറപ്പുള്ള ഒരു കാര്യമല്ല. T20 സ്പെഷ്യലിസ്റ്റായ സൂര്യകുമാർ യാദവ് 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നത് സംശയമാണ്. ബാക്കപ്പായി സൂര്യകുമാർ യാദവിനെ പരിഗണിക്കുമോ എന്നും ആരാധകർ സംശയമായി ചോദിച്ചിട്ടുണ്ട്. ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ അടുത്തിടെ അരങ്ങേറിയ നിതീഷ് റെഡ്ഡി കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം ഉൾപ്പെടുമോ എന്നതും ചോദ്യചിഹ്നമാണ്. മാത്രമല്ല മറ്റ് ഓൾറൗണ്ടർമാരായ ശിവം ദുബെ, തിലക് വർമ്മ എന്നിവരും ബാക്കപ്പ് റോളിൽ ടീമിൽ അവസരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത് ലഭിക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കണ്ടറിയണം. കുൽദീപ് യാദവിന്റെ കാര്യമെടുത്താൽ ഫിറ്റ്നസ് ആണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം സംശയത്തിലാക്കിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ടീമിലേക്ക് ഓട്ടോമാറ്റിക് ചോയ്സ് തന്നെയായിരുന്നു താരം. കുൽദീപ് ഇല്ലെങ്കിൽ വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി അവരിൽ ഒരാൾക്കായിരിക്കും സ്ഥാനം ടീമിലേക്ക് നറുക്ക് വീഴുക. ബാക്കപ്പ് പേസറായി ഹർഷിത് പട്ടേലിന് ഇടം കിട്ടുമോ എന്നതും സംശയത്തിലുള്ള ഒരു കാര്യമാണ്.